ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഏത് പിക്ചേഴ്സ് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം എന്നാണ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്പ് വളരെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും ആനിമൽസിൻ്റെയോ എന്തെങ്കിലും ബേർഡ്സിൻ്റെ ഒക്കെ പിക്ചേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ വാൾപേപ്പർ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെർച്ച് ചെയ്ത് അത് വാൾപേപ്പർ ആക്കി ഇടാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലോട്ട് നമുക്ക് നേരെ കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നോക്കാം ഏതാണ് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ആപ്പ് എന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോറിലോട്ട് പോവാം. നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ സെർച്ച് ചെയ്യുന്നത് പോലെ നിങ്ങൾ സെർച്ച് ചെയ്യാം. ഇമേജ് സെർച്ച് മാൻ എന്നാണ് ആ ആപ്പിൻ്റെ പേര്. ജസ്റ്റ് നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ സജഷനിൽ വരുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ആപ്പാണ് നമ്മുടെ ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റിയ ആപ്പ്. അപ്പോൾ ഞാൻ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ്. വളരെ നല്ല ആപ്പാണ്. അതിനകത്ത് കുറേ അധികം ആപ്പുകൾ വേറെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ആപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ആപ്പുകൾ വേറെയും കാണാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന ആപ്പുകളാണ്. ഈ ആപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ നേരെ ഗൂഗിളിലോട്ടാണ് പോകുന്നത് ഈ ആപ്പുകളിലൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ട് കണ്ട ഒരു ആപ്പാണ് ഈ ഇമേജ് സെർച്ച് മാൻ എന്നുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്താണ് നമുക്ക് വേണ്ടത് അത് സെർച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അത് വാൾപേപ്പർ ആക്കാനോ അല്ലെങ്കിൽ മറ്റെന്തിലേക്കെങ്കിലും ഷെയർ ചെയ്യാനോ ഒക്കെ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരുന്നതാവും. അപ്പോൾ ഇതിനകത്ത് വളരെ സിമ്പിളാണ്. ഈ സെർച്ച് ബാറിൽ ജസ്റ്റ് നമുക്കിപ്പോൾ ഞാൻ ന്യൂയോർക്ക് എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ ന്യൂയോർക്കിൻ്റെ ഫോട്ടോസ് വരുന്നതാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ കുറേ അധികം ന്യൂയോർക്കിൻ്റെ ഫോട്ടോസുകൾ വന്നിട്ടുണ്ട്. വളരെ ക്ലിയറും ഉള്ള ഫോട്ടോസ് തന്നെയാണിത്. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണാം വളരെ ക്ലാരിറ്റിയും ഒക്കെയുള്ള ഒരു ഫോട്ടോയാണിത്. ഇവിടെ കാണാം കുറേ അധികം ഫോട്ടോസുകൾ നമുക്ക് സജഷനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഫോട്ടോ വാൾപേപ്പറാക്കി സെറ്റ് ചെയ്യുന്നത് എന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ജസ്റ്റ് വാൾപേപ്പറാക്കി ഇടാൻ പറ്റിയൊരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡൗൺലോഡും കൂടി ചെയ്യാതെ വാൾപേപ്പറാക്കി സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് താഴെ കാണാം, ഈ ഫോട്ടോൻ്റെ നേരെ താഴെയായിട്ട് കാണാം ഒരു 3 ഡോട്ട്സ് കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ഇൻ ബ്രൗസർ എന്നും സെറ്റ് ആസ് വാൾപേപ്പർ എന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് സെറ്റ് ആസ് വാൾപേപ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാൾപേപ്പറായിട്ട് ഹോം സ്ക്രീനും ലോക്ക് സ്ക്രീനിലും ഒന്നിച്ച് സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ വാൾപേപ്പറായിട്ട് സെറ്റായിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്രയേ ഉള്ളൂ വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഫോട്ടോ വാൾപേപ്പർ ആക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡൗൺലോഡിൻ്റെ ഓപ്ഷനിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ആലോ, ഇപ്പോൾ ഇവിടെ ഒരു ആലോയും ഡെനിയും ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ആലോ ചെയ്ത് കൊടുക്കാം. ആലോ ചെയ്ത് ഉടനെ തന്നെ നമ്മുടെ ഫോട്ടോ ഗാലറിയിലേക്ക് ഡൗൺലോഡായി വന്നിട്ടുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് എന്നുള്ള ഫയലിൽ ഈ ഫോട്ടോ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫോട്ടോസ് വാൾപേപ്പർ ആക്കാനും ഡൗൺലോഡ് ചെയ്യാനും ചെയ്യേണ്ടത്. ഇത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ആപ്പിൽ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യാനും വാൾപേപ്പർ ആക്കാനും കഴിയും. അപ്പോൾ നമ്മുടെ ഫോണിന് ഫോണിൻ്റെ റേഷ്യോ അനുസരിച്ചിട്ടുള്ള ഫോട്ടോസ് ക്ലിയറിൽ തന്നെ കിട്ടും. ഇതിപ്പോൾ നമ്മുടെ ഫോണിൻ്റെ അകത്ത് കൊള്ളാത്തൊരു വാൾപേപ്പർ ആയതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ക്ലിയർ കുറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചില ഫോട്ടോസ് നമ്മൾ ഈ വാൾപേപ്പർ ആക്കി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല ക്ലിയർ ഉണ്ടായിരിക്കും. കാരണം അതിൻ്റെ റേഷ്യോ നമ്മുടെ ഫോണിൻ്റെ റേഷ്യോ ആയിട്ട് മാച്ച് ആയിരിക്കും. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വാൾപേപ്പറൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.